ഹലോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ടെക്നീഷ്യന്മാർ ഇപ്പോൾ കുറേ ചോദിക്കുന്നതാണ് CPU എങ്ങനെ ഡാമേജ് ആവാണ്ട് എടുക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് ഐഫോണിൻ്റെ CPU നമുക്ക് 100% ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കുറേ സെറ്റുകൾ ഡ്രോപ്പ് കേസ് സെറ്റുകളായിരിക്കും. പിന്നെ കുറേ ആളുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു 2 3 4 ടൈമൊക്കെ റീബൂൾ ചെയ്ത് പല ടൈപ്പ് പ്രീ ഹീറ്ററുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഉള്ളിലെ സ്കിന്ന് ഡാമേജ്, സ്കിൻ മീൻസ് അതിൻ്റെ ആ ഒരു ബോളിൻ്റെ ഏറ്റവും ഫസ്റ്റ് വരുന്നൊരു കോട്ടിങ്, ആ കോട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രഷർ മീൻസ് ഒരു ബബിൾസ് പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ CPU എടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള പ്രിൻറ്റുകൾ മൊത്തം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത് ഡ്രോപ്പ് കേസ്. അപ്പോൾ നമുക്ക് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് 100% നമ്മൾ കൊടുക്കുക. കാരണം പിന്നെ നമുക്ക് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിട്ട് മാത്രമേ നമുക്ക് അതിനൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ കുറേ ആളുകൾ 100% ഇങ്ങനെ പ്രിൻറ്റ് പോവുക, ചില 2 പ്രിൻറ്റ് പോവുക, അങ്ങനെ ചില കേസുകളിൽ ഇപ്പോൾ പ്രിൻറ്റ് പോകും. പക്ഷേ ആ പ്രിൻറ്റ് ഇടാൻ വേണ്ടി പ്രിൻ്റാണ് നമ്മൾ ഇടാനുള്ള വേയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഐഫോൺ 11 ഒരു ബോർഡാണ്. ഈ 11 ബോർഡിൽ എന്ന് പറഞ്ഞാൽ ഈ CPU മൊത്തമായിട്ട് ഗമ്മുണ്ടാവും. അപ്പോൾ ഈ കുറേ ആളുകൾക്ക് ഈ ടൈപ്പ് CPU എടുക്കാൻ ഇതെങ്ങനെ മെൽട്ടായിന്ന്, കാരണം ബാക്കിയുള്ള CPU ജസ്റ്റ് ഇതിൽ സൈഡിൽ നിന്ന് ഒരു പുഷ് കൊടുത്താൽ ചിലപ്പോൾ കറക്റ്റ് ഉണ്ട് അപ്പായിട്ട് വരും. പക്ഷേ ഈ ടൈപ്പ് ഈ മോഡൽസിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന വളരെ ചുരുക്കം സെറ്റുകളെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഹീറ്റ് അടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ സെറ്റുകൾ കൂടുതൽ ഗമ്മുണ്ടാകാൻ സാധ്യതയുള്ള സെറ്റുകൾ എന്താ ചെയ്യേണ്ടത്, വലിയ നോസിൽ യൂസ് ചെയ്യേണ്ടിയിരിക്കുക. ചെറിയ നോസിൽ 8mm 9mm അതുവരെ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ CPU ഇങ്ങനെ സെൻട്രൽ പോർഷൻ പെട്ടെന്ന് മെൽട്ടാവും. നമ്മൾ ഏറ്റവും അടിക്കുന്ന പെട്ടെന്ന് മെൽട്ടാവുന്ന പോർഷനാണ്. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ ഈ ബ്ലേഡ് കയറുന്നുണ്ടോ, ഈ ബ്ലേഡ് ഇങ്ങനെ കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സെൻറ്റർ മെൽട്ടായില്ല, നമ്മളെ സൈഡിൽ അടിക്കുന്ന സമയത്ത് എന്താവും, സെൻറ്റർ ഓൾറെഡി അവിടെ മെൽട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്രെഡ് ആവും. ആ സ്പ്രെഡ് ആവുന്ന സമയത്ത് ഈ ബ്ലേഡ് മെല്ലെ 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 ഇങ്ങനെ കയറ്റി കൊടുക്കുക. മീൻസ് അങ്ങനെ ബ്ലേഡ് നമുക്ക് അതൊരു സെൻസിങ് നമ്മളെ മൈൻഡിൽ കിട്ടും. അപ്പോൾ 2 3 സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വരും. ഇതുകൊണ്ട് ഇപ്പോൾ ഈ CPU നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് മൊത്തം ഫുൾ ഗമ്മാണ്. ഈ എല്ലാം ഫുൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ കറക്റ്റ് ബോളിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ബൾജോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഈ ഫോണ് ഡ്രോപ്പ് കേസും അല്ല, ഒന്നുമല്ല. അതായത് ഈ സെറ്റ് ഈ ഫോണിൽ ലോ ബൂട്ട് എന്ന കംപ്ലയിൻറ്റ്, അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്.